Hello guys, what's up? Welcome to another video by Baize. So ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാ പറയാൻ പോകുന്നത്? We are going to talk about hip hop. ആർക്ക് വേണണ്ട ഹിപ്പ് ഹോപ്പ്, ആർക്ക് വേണണ്ട ഹിപ്പ് ഹോപ്പ്, ആർക്ക് വേണണ്ട ഹിപ്പ് ഹോപ്പ് വല്ല പാടത്തും പറമ്പത്തും കൊണ്ടുവച്ച് തന്ന്. അപ്പോൾ ഹിപ്പ് ഹോപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഹിപ്പ് ഹോപ്പ് ഇസ് എ കൾച്ചറൽ മൂവ്മെന്റ് which emerged in 1970s in Bronx, New York. ബ്രോങ്സ് ന്യൂയോർക്കിൽ എമേർജ് ചെയ്ത ഒരു കൾച്ചറൽ മൂവ്മെന്റിന് നമ്മൾ ഇട്ട വാക്കാണ് ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ മെയിനായിട്ട് 4 എലമെന്റ്സ് ആണ് ഉള്ളത്. 1 റാപ്പിംഗ്, 2 DJing, 3 ബ്രേക്ക് ഡാൻസിങ്, 4 ഗ്രാഫിറ്റി ആർട്ട്. റാപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഈണത്തിലും താളത്തിലും ബീറ്റിനനുസരിച്ച് പറയുന്നത് റാപ്പായിട്ട് നമുക്ക് കണക്കിലെടുക്കാം. പറയുന്ന കാര്യത്തിൽ നല്ല നല്ല അർത്ഥങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല വാക്കിൻ്റെ അർത്ഥങ്ങൾ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബാർസ് ഒന്നും കണക്കിലെടുക്കാം. DJing എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന വാക്കുകൾ ഇത് റെക്കോർഡായിട്ട് പുറത്തെടുത്തു, അതിൻ്റെ കൂടെ നമ്മൾ ആ സാധനങ്ങൾ ഇട്ടാൽ അതിനെ DJing എന്ന് പറയാം. പിന്നെ ഉള്ളത് ബോയിങ്, അതേപോലെ തന്നെ ബ്രേക്ക് ഡാൻസിങ്. അത് ഇപ്പം ചെയ്യാൻ പറ്റില്ല, ബാക്കിൽ ഞാൻ ചെയ്യാം, അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാക്കിൽ ആഡ് ചെയ്യാൻ നോക്കാം. പിന്നെയുള്ള സാധനമാണ് ഗ്രാഫിറ്റി ആർട്ട്. അപ്പോൾ ഗ്രാഫിറ്റി ആർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതാണ് ഗ്രാഫിറ്റി ആർട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. വി ഹാവ് ടു ടോക്ക് അബൌട്ട് വാട്ട് ഈസ് റാപ്പ്. എന്താണ് റാപ്പ്? റാപ്പ് ഒരു കല റെപ്രസെൻറ്റിങ് പല ചില എന്നിട്ട് ബീറ്റിന്റെ കൂടെ കോണ, അതിൻ്റെ കൂടെ വേർഡ് പ്ലേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊരു റാപ്പായിട്ട് നമുക്ക് കണക്കിലെടുക്കാം. ഒരു വേർഡ് പ്ലേ, ഒരു മെറ്റഫേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങളെ, പല സൊസൈറ്റിയിൽ പലരും പറയാൻ മടിച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും പറ്റിയിട്ട് പറയുന്ന കാര്യമാണ് റാപ്പ്. റാപ്പ് വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പല മീഡിയാസും ആളുകളും പല അടിച്ചമർത്തപ്പെട്ട കാരണങ്ങൾ ചർച്ച ചെയ്യാണ്ടായി. ആ സമയത്ത് ദേ യൂസ് ദിസ് ആസ് ദ മെറ്റീരിയൽ. അവരുടെ പ്രശ്നങ്ങൾ ഒരു പാട്ടാക്കിയിട്ട് അത് ഇറക്കി വിട്ടു, അത് ആളുകളിലേക്ക് എത്തി, ആളുകൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞു. ദാറ്റ്സ് ഹൗ ഹിപ്പ് ഹോപ്പ്. അങ്ങനെയാണ് ഹിപ്പ് ഹോപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ റാപ്പ് പല വിധമുണ്ട്. റാപ്പിൽ ഒന്നാമത്തെ ഓൾഡ് സ്കൂൾ റാപ്പ് എന്ന് പറയും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓരോ ജോണേഴ്സ് പറഞ്ഞിട്ട് അതിൽ മലയാളത്തിൽ നിന്ന് ആരാണ് ഈ ഒരു ജോണർ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഐ എം ഗോയിങ് ടു ഗിവ് എ ഷൗട്ട് ഔട്ട് ടു ദം. സോ ഫസ്റ്റ് തിങ്, ഓൾഡ് സ്കൂൾ റാപ്പിൻ്റെ സ്റ്റൈൽ എങ്ങനെയെന്ന് വെച്ചാൽ പിടിച്ചോ, ഈ സാധനമാണ് ഓൾഡ് സ്കൂൾ. ഞാൻ കേരളത്തിന്റെ പുറത്തൊരു ആനയെ കണ്ടിട്ടുണ്ട്, കേരളത്തിന്റെ പുറത്താനകളെ കണ്ടിട്ടുണ്ട്. എന്നെ ഇപ്പൊ തന്നെ ബോർഡർ കടത്ത് പൊന്നെ നിനക്ക് കാണിച്ചു തരാം. ഹൗ ടു ഡീൽ വിത്ത് മല്ലു സള്ളു കള്ളു തള്ളു പറയും ചളിയൻ മന്ദൻ ഭീകരൻ തെരഞ്ഞെടുക്കുക. പിന്നെ ഉള്ളത് ബൂം പാപ്പ് റാപ്പാണ്. ബൂം പാപ്പ് റാപ്പ് എന്ന് പറഞ്ഞാൽ K42 എന്റെ നാട് നോക്കിട്ട് കളിച്ചോ, ഭയങ്കര കട്ടിയുള്ള റൈം വേർഡ്സിന്റെ കൂടെ നല്ല ആ ബീറ്റ് വരുമ്പോൾ അത് നമുക്ക് ബൂം പാപ്പ് റാപ്പായിട്ട് കൂട്ടാം. പിന്നെ ഗാങ്സ്റ്റർ റാപ്പിന്റെ ഒരു സാധനമാണ് നമ്മുടെ ABIയുടെ കൾട്ട് മാഗ്നം. ഞാൻ റീസെന്റ് ഒരു AMV ഇട്ടിരുന്നു, കൾട്ട് മാഗ്നം. കോൺഷ്യസ് റാപ്പ് ഉണ്ട്. സമൂഹത്തിൽ നടക്കുന്ന, സൊസൈറ്റിയിൽ നടക്കുന്ന പല കാരണങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന റാപ്പിനെ കോൺഷ്യസ് റാപ്പ് എന്ന് പറയും. സോ കോൺഷ്യസ് റാപ്പിൽ ഞാൻ ഈ സമൂഹത്തിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന റാപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് വേടൻ. നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകൂനി തലകൾ താണുമിനിയും എത്ര നാള്. ഇറ്റ്സ് വോയിസ് ഓഫ് വോയിസ്ലെസ് ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ കോൺഷ്യസ് റാപ്പ്. പിന്നെ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ജോണർ ഉണ്ട്. ട്രാപ്പിൽ വരുന്നത് ആരാന്ന് വെച്ചാൽ I would say ഒരു കുറേ എക്സാമ്പിൾസ് ഉണ്ട് ട്രാപ്പിൽ. ബട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് എക്സാമ്പിൾ വിച്ച് ഐ ഹാവ് ഗിവൺ മെൻഷൻ മെനി ടൈം ഇൻ മൈ ചാനൽ, സൗത്ത് സൈഡ് പിള്ളേഴ്സ്. പിന്നെ ഡ്രിൽ റാപ്പിൽ ഒരു ഇമോഷണൽ ഒരു ടോൺ ഉണ്ടാവും ബാക്കിൽ. പക്ഷേ കുറേ ഡ്രിൽ ടോണുകൾ വേറെ രീതിയിൽ ഇറങ്ങാറുണ്ട്. പക്ഷേ ഡ്രിൽ റാപ്പിന് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സൺ ഓഫ് എ ഗൺ, ഷാജയ് ആൻഡ് ഭരതൻ്റെ ബീറ്റാണ് അത്. അത് ഞാൻ ഇവിടെ ഉള്ളൂ, അത് പോയി കേക്ക്. ചിലത് ചെറുത് കൊടുത്ത് വലുത് വാങ്ങിയ തലക്ക് എന്റെ കയ്യിലുണ്ട് ടോപ്പ് ഗൺ മോഡ് മാവറിക് for the loot. I'm on this 21 നൂറ്റാണ്ടിൽ always going savage. I'm on the roof screaming out why you so average, putting your whole rap on mute. പിന്നെ മംബിൾ റാപ്പേഴ്സ് ഉണ്ട്. മംബിൾ റാപ്പേഴ്സിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ലിൽ പയൻ. ആൻഡ് ലിൽ പയന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സാധനം കബർ.
കരഞ്ഞു പറഞ്ഞു പടച്ച തമ്പുരാനെ ഒന്ന് കനിയു. ഇന്നെന്റെ ഉറക്കം കിടത്താൻ വരുന്ന സാത്താനെ നീ തന്നെ വന്നൊന്ന് പണിയു. വേഗം അലഞ്ഞു നടന്ന് തുടച്ച കണ്ണുനീരിൻ കണക്കാളന്ന് മുഴുവൻ കറുപ്പ് കണ്ണിലോ ഇരുട്ട് പതിയെ കാണണം എനിക്ക് തെളിഞ്ഞ മേഘം. പിന്നുള്ളത് ലോഫൈ ഓർ ചിൽ റാപ്പ് എന്നുള്ള ഒരു മൂഡിൽ വരുന്ന സാധനം. ലോഫൈ ഓർ ചിൽ റാപ്പിൽ വരുന്ന സാധനമാണ് നമ്മുടെ ഇബ്നു കോപ്സിന്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ട്. വേർപാടായി തനിയെ ഞാനൊരു മൃതമായി നീ പോയ വഴികളതു തരിശായി എന്നീർന്ന മിഴികൾ ചുറ്റും കറുപ്പായി. പിന്നെ വരുന്ന സാധനം ഹൊറർ കോർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഹൊറർ കോർ ആസ് ദ വേർഡ് മെൻഷൻ. അതിൽ ഇപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടത് സൂയിസൈഡ് നോട്ട് ഫ്രം കറുപ്പ് റെക്കോർഡ്സ് ആൻഡ് ഗബ്ര. പഠിച്ചു പാടം ഇനിയൊരിക്കലുമാകില്ലൊരു ഭാരം. പോയങ്ങ് ചാവുന്നതാണല്ലോ ഭേദം. ഞാനൊക്കെ ചത്ത ആർക്കെന്ത് ഛേദം. അവന്റെ കാര്യം ആയുസൊടുങ്ങുമ്പോൾ 1000 പേരും 1000 നാവുകൾ ആയുധമാകും. അതിൽ ഞാനൊരു കാതികനാകും. തനിക്ക് താനും പോരക്ക് തൂണും പരക്കം പാച്ചിലിനൊടുക്കമാകും. അടക്കം പറച്ചിലൊക്കെ എന്നെ പ്രാകും. അപ്പോൾ ഇങ്ങനത്തെ റാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചു ഇൻഫോർമേറ്റീവ് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി ടു ഗിവ് യു മോർ ഇൻഫർമേഷൻ. ഞാൻ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ നടത്തിയ റിസർച്ചിൽ എനിക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. സോ ഐ എം ഹാപ്പി ടു ഷെയർ ദിസ് തിങ്സ് വിത്ത് യു ഗൈസ് ആസ് വെൽ. എൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പലതും തെറ്റുണ്ടാവാത്ത മനുഷ്യരില്ല. മനുഷ്യരാണെങ്കിൽ തെറ്റുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് ബിലോ. നമുക്ക് ഒരുമിച്ച് കൾച്ചർ വളർത്താം. പീസ് ഔട്ട്.